ഇപ്പോൾ നമ്മളെ ഫോണിൽ എന്തായാലും ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാവും, ഒരു ജിമെയിൽ അക്കൗണ്ട് എന്തായാലും ഉണ്ടാവും, നിർബന്ധമായിട്ടും ഉണ്ടാവും. അപ്പോൾ ചില സമയത്ത് നമുക്ക് ജിമെയിൽ അക്കൗണ്ട് ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരും. അതെന്തിനാണ് റിമൂവ് ചെയ്യുന്നത്? അതും ഒരു നോക്കണമല്ലോ നമ്മൾ. ഇപ്പോൾ നമ്മൾ ഫോണിൽ നിന്ന് സർവീസിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ നമ്മളെ ജിമെയിൽ അക്കൗണ്ട് നിർബന്ധമായിട്ട് നമ്മൾ റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഒന്നിലധികം ചില ഫോണിൽ 3-4 ഒക്കെ ജിമെയിൽ അക്കൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നിലധികം ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് നമുക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് റിമൂവ് ചെയ്യുക. അതെങ്ങനെ റിമൂവ് ചെയ്യുന്നു ഈ വീഡിയോയിൽ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ അല്ലേ? അപ്പോൾ ഒന്ന് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്ന പോക്കിൽ ഇങ്ങനെ പോകുന്ന നേരം നിങ്ങൾ താഴേക്ക് ഒന്ന് നോക്കുക. വീഡിയോൻ്റെ താഴെ ചുവന്നെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് ഞെക്കിയിട്ട് ഒപ്പരമുള്ള ബെല്ലൂടി ഞെക്കിയൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നേരം മിസ്സാണ്ട് കാണാം നമുക്ക്. അപ്പോൾ നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ കുറച്ച് താഴെയായിട്ട് അക്കൗണ്ട്സ് എന്നുള്ളൊരു സെക്ഷൻ കാണും. അക്കൗണ്ട്സ് ഇതിൽ യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് എന്നുള്ളത് അത് ഒന്ന് ഓപ്പൺ ചെയ്യുക. ചില ഫോണിൽ അക്കൗണ്ട്സ് മാത്രമേ ഉണ്ടാവും കേട്ടോ. അത് ഓപ്പൺ ചെയ്താൽ നമ്മളെ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട്, മെസ്സഞ്ചർ അക്കൗണ്ട്, അതുപോലെ നമ്മൾ ഇതിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുക അതെല്ലാം ഇതിൽ കാണും. അതിൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഗൂഗിൾ അക്കൗണ്ട് ആയതുകൊണ്ട് ഗൂഗിൾ എന്നത് സെലക്ട് ചെയ്യാം. ഗൂഗിൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ടുകൾ, ജിമെയിൽ അക്കൗണ്ടുകളൊക്കെ ഇതിൽ കാണിക്കും. അതിൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഏത് അക്കൗണ്ടാണോ ആ അക്കൗണ്ട് ഒന്നങ്ങ് ഞെക്കിയേക്കുക. ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ആ അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ കാണാം. അത് കൂടാണ്ട് അതിൻ്റെ കൂടി ഒപ്പം താഴെ തന്നെ റിമൂവ് എന്ന് പറഞ്ഞിട്ടൊരു ബക്കറ്റിൻ്റെ ഫോട്ടോ റിമൂവ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ചില ഫോണിൽ ഇത് മേലെ ഭാഗത്തുണ്ടാകുക കേട്ടോ. ഏതായാലും റിമൂവ് എന്നുള്ള ഈ ബക്കറ്റിൻ്റെ ചിഹ്നത്തോട് കൂടിയുള്ള ഓപ്ഷൻ ഒന്ന് ഞെക്കുക. ഞെക്കിയാൽ ഇവിടെ റിമൂവ് ദിസ് അക്കൗണ്ട് വിൽ ഡിലേറ്റ് ഓൾ ഓഫ് ഇറ്റ്സ് മെസ്സേജസ് കോൺടാക്റ്റ് ആൻഡ് അതർ ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു പോപ്പപ്പ് വരും. അതായത് ഈ അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട് ഈ ഫോണിലുള്ള മുഴുവൻ ഡാറ്റകളും റിമൂവ് ആവുന്നതെന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് വേണ്ടിയോ. അതിൻ്റെ കൂടി ഒപ്പരമുള്ള ആ ചുവന്ന റിമൂവിൽ ഒന്നങ്ങ് ഞെക്കുക. ഞെക്കിക്കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ഈ ഫോണിൽ നിന്ന് റിമൂവായി. ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് ഒരു അക്കൗണ്ട് റിമൂവ് ചെയ്യാം. ഇത് നിങ്ങൾ സെറ്റിങ്സ് കൂടെ പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും അത് ഡെമോ കാണിക്കണമെന്നില്ലൊന്ന് പറഞ്ഞുതരാം. ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ഇടത് സൈഡിൽ മേലുള്ള 3 ലൈന് ക്ലിക്ക് ചെയ്താൽ നമ്മളെ അക്കൗണ്ടുകളൊക്കെ അവിടെ കാണിക്കും. അവിടെ മാനേജ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അവിടെ നിന്നും ഡിലീറ്റ് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താലും ഈ സെറ്റിങ്സ് തന്നെയാണ് നിർത്തുക. നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നതായിരിക്കും. അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടാവില്ലേ, ഒരിക്കൽ വേണ്ടിയിട്ട് ഒന്നങ്ങ് ഷെയർ ചെയ്ത് കൊടുക്ക്. പിന്നെ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റായിട്ട് എഴുതിയിട്ടേക്ക്. അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.